പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം. ആമുഖം. ആധുനിക തുർക്കിയുടെ ഒരു ഭാഗമാണ് ഏഷ്യ മൈനറിൽ ഗലാത്തിയ എന്നറിയപ്പെട്ടിരുന്ന റോമൻ പ്രവിശ്യ. ഇതിലുൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ രാഷ്ട്രീയ വ്യതിയാനങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായിരുന്നതുകൊണ്ട് പൗലോസിൻ്റെ ലേഖനത്തിൽ പരാമർശിക്കപ്പെടുന്ന ഗലാത്തിയ ഏതെന്ന് സൂക്ഷ്മമായി പറയുക പ്രയാസമാണ്. പൗലോസ് തൻ്റെ രണ്ടാം പ്രേഷിതയാത്രയ്ക്കിടയിൽ ഇവിടെ സ്ഥാപിച്ച സഭകളെ മൂന്നാമത്തെ യാത്രയിലും സന്ദർശിക്കുകയുണ്ടായി. അതിനുശേഷം AD 53-നും 58-നും ഇടയ്ക്ക് എഫേസോസിലോ മക്കെദോനിയയിലോ വെച്ചായിരിക്കണം പൗലോസ് ഗലാത്യയിലെ സഭകൾക്ക് ഈ ലേഖനം എഴുതിയതെന്നാണ് പ്രബലമായ അഭിപ്രായം. ഗലാത്യയിലെ സഭ മിക്കവാറും യഹൂദേതര ക്രിസ്ത്യാനികൾ മാത്രം അടങ്ങിയതായിരുന്നു. പൗലോസ് ഗലാത്യ വിട്ടതിന് ശേഷം യഹൂദ ക്രിസ്ത്യാനികൾ അവിടം സന്ദർശിച്ച് അബദ്ധ പ്രബോധനങ്ങൾ വഴി സഭയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനിടയാക്കി. വിജാതീയനായ ഒരാൾ ക്രിസ്ത്യാനിയാകണമെങ്കിൽ മോശയുടെ നിയമങ്ങൾ അനുസരിക്കണമെന്നും യഹൂദ ആചാരങ്ങളൊക്കെയും പാലിക്കണമെന്നും പരിച്ഛേദനത്തിന് വിധേയനാകണമെന്നും ചുരുക്കത്തിൽ ഒരു യഹൂദനാകണമെന്നും അവർ നിർബന്ധിച്ചു. ഇവരുടെ സ്വാധീനത്താലും സമ്മർദ്ദത്താലും പരിച്ഛേദനം സ്വീകരിച്ച ഗലാത്യക്കാർ മറ്റുള്ളവരെയും അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. യഹൂദാചാരവാദികളാകട്ടെ പൗലോസിൻ്റെ അധികാരത്തെ തന്നെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. മോശയുടെ നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിന് പ്രാധാന്യം നൽകാതെ വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സുവിശേഷത്തെ ലാഘവപ്പെടുത്തിയെന്നും തന്മൂലം പൗലോസിന് അപ്പസ്തോല അധികാരമില്ലെന്നും അവർ വാദിച്ചു. മുഖ്യമായും ഇത്തരക്കാർക്കെതിരായാണ് പൗലോസ് ഗലാത്യക്കാർക്കുള്ള ലേഖനം രചിച്ചത്. ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പൗലോസ് തൻ്റെ അപ്പസ്തോല അധികാരത്തിന് തെളിവുകൾ നിരത്തുന്നു. തുടർന്ന് യഹൂദ ആചാരങ്ങളിൽ നിന്നും മോശയുടെ നിയമത്തിൽ നിന്നും വിജാതീയർ സ്വതന്ത്രരായിരിക്കുക എന്നതിൻ്റെ ആവശ്യകതയാണ് അദ്ദേഹം ഊന്നിപ്പറയുന്നത്. നിയമാനുഷ്ഠാനം വഴിയല്ല, വിശ്വാസം മൂലമാണ് മനുഷ്യൻ ദൈവത്തിനുമുമ്പിൽ നീതിമാനായി പരിഗണിക്കപ്പെടുക. ജീവിതാനുഭവങ്ങളും അബ്രാഹത്തിൻ്റെ മാതൃകയും അതാണ് വ്യക്തമാക്കുന്നത്. നിയമത്തിൻ്റെ ആധിപത്യകാലം അവസാനിച്ചു. ദൈവത്തിൽ നിന്നുള്ള പുത്രത്വ സ്വീകാരത്തിൻ്റെ അനന്തരഫലമായ സ്വാതന്ത്ര്യത്തിൻ്റെ കാലം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനോട് വിധേയരായി ജീവിക്കാനും ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ കാത്തുസൂക്ഷിക്കാനും ഗലാത്യക്കാരെ പ്രത്യേകം അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് തൻ്റെ ലേഖനം ഉപസംഹരിക്കുന്നത്.